السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يعلم الذين جاهدوا منكم ويعلم الصابرين. صدق الله مولانا العظيم. إن النصر مع الصبر صدق رسول الله. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതൊരു മനുഷ്യനും നന്നായി കിട്ടാൻ, സ്വഭാവ സംസ്കരണം ലഭ്യമാകാൻ, കറകളഞ്ഞ മുഅ്മിനായി ജീവിച്ച് അഭിമാനത്തോടെ ഈ ലോകത്ത് അന്തസ്സോടെ സമാധാനത്തോടെ ജീവിച്ച് റാഹത്തായി മരിച്ച് സ്വർഗത്തിലെത്താൻ ഏതൊരു മനുഷ്യൻ്റെ മുന്നിലും മൂന്ന് വഴികൾ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ 3 മാർഗങ്ങളിൽ നിന്ന് ഒന്നാമത്തെ വഴി വിശദമായി ഖുർആനിൻ്റെ വെളിച്ചത്തിൽ തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ മാർഗം ഭാഗികമായും പറഞ്ഞു വച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ മക്കളിൽ നിന്ന്, മനുഷ്യ വംശത്തിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്യുന്നു. പ്രത്യേകമായ തിരഞ്ഞെടുപ്പിലൂടെ അല്ലാഹു ദാനമായി ശുദ്ധ മനസ്സും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും നൽകി ചിലരെ അല്ലാഹു ആദരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിൽ നിന്ന് ദാനമായി ശുദ്ധ പ്രകൃതവും സൽക്കർമ്മങ്ങൾക്കുള്ള അവസരവും ചിലർക്ക് ലഭിക്കുന്നു. ഇതൊരിക്കലും അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ നേടിയെടുക്കാനാകുന്ന ഒന്നല്ല. മഹത്തുക്കളായ അംബിയാ മുർസലുകളെല്ലാം മഹാന്മാരായ ഔലിയാക്കളിൽ നിന്ന് ചിലർ, മഹത്തുക്കളായ അഹ്ലുബൈത്തിലെ നായകന്മാർ, ഇവരെയൊക്കെ അല്ലാഹു ആ വിധത്തിലങ്ങ് പടച്ചു, സംവിധാനിച്ചു. ജനനം കൊണ്ടു തന്നെ അവർ നല്ലവരാ. അവരുടെ ജന്മം തന്നെ വിശുദ്ധമായിട്ടുള്ള ജന്മമാണ്. പരിശുദ്ധ ഖുർആൻ ചില നബിമാരുടെ ചരിത്രം പറഞ്ഞു തന്നില്ലേ? ജനിച്ചപ്പോൾ തന്നെ ശൈശവകാലത്തും ബാല്യകാലത്തുമൊക്കെ ഞാൻ അവർക്ക് സകാത്ത് കൊടുത്തു, വിശുദ്ധി കൊടുത്തു. ഞാൻ അവരെ അങ്ങനെയാണ് ജനിപ്പിച്ചതും വളർത്തിയെടുത്തതും. എൻ്റെ മേൽനോട്ടത്തിൽ, എൻ്റെ ഡയറക്ഷനിൽ, എൻ്റെ വിധിയിൽ അവർ പരിശുദ്ധരായി മഹാത്മാക്കളായി മാറിയെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഇതാണ് ഒന്നാമത്തെ സബീല്. ഞാനും നിങ്ങളും ഇനിയിപ്പോൾ തലകുത്തി മറിഞ്ഞത് കൊണ്ട് അഹ്ലുബൈത്തിൽ പറക്കുവോ? നബി കുടുംബത്തിൽ ജനിക്കണം എന്നിപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അതിന് കുറെ തസ്ബീഹ് ഇരുന്നാൽ നടക്കുമോ? അത് ഒരു നബിയാകണം എന്ന് കരുതിയിട്ട് അതും നടക്കൂല. ഇസ്തിഫ ആണ്, അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണത്.
രണ്ടാമത്തെ മാർഗം, ഭാഗികമായി പറഞ്ഞ മാർഗം, എനിക്കും നിങ്ങൾക്കും അധ്വാനിച്ച് പരിശ്രമിച്ച് കടന്നു ചെല്ലാൻ പറ്റുന്ന വഴിയാണ് രണ്ടാമത്തെ വഴി. അതാണ് മുജാഹദ. പിശാചിനോടും മൃഗീയ ഗുണങ്ങളുള്ള മനസ്സിനോടും പടവെട്ടി മുന്നേറുക എന്നതാണ് മുജാഹദയുടെ ആശയം. മുജാഹദ എന്ന ഖുർആനീക വേർഡിന് മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഒരു വിവർത്തനം ധർമ്മസമരം എന്നാണ്. സ്വന്തം മനസ്സിലെ വൃത്തികേടുകൾക്കെതിരെയുള്ള പോരാട്ടം, മനസ്സിൽ ദുർമന്ത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന, വസ്വാസ് ഇട്ടുകൊണ്ടിരിക്കുന്ന പിശാചിനോടുള്ള സന്ധിയില്ലാ സമരം. ഈ സമരത്തിന്റെ പേരാണ് മുജാഹദ. എന്തിനാ മൗലവി ആനുകാലിക വിഷയങ്ങൾ എത്ര പറയാണ്ട്? ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ കഥ പറയാണ്ട്, അതിൽ ഇസ്ലാമിക വീക്ഷണം പറയാണ്ട്, ഈ മുജാഹിദയുടെ കഥയൊക്കെ പറയുന്നത് എന്തിനാ? ഈ വെള്ളിയാഴ്ച അതാണ് പറയേണ്ടതും കേൾക്കേണ്ടതും. കാരണം തഖ്വയാണ് ഇന്നിൻ്റെ പ്രമേയം. വെള്ളിയാഴ്ചയുടെ പ്രമേയം തഖ്വൻ. അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഉതകുന്ന, അതിലേക്ക് ആകർഷണമുണ്ടാക്കുന്ന നസീഹത്താണ് ഈ സമയത്ത് വേണ്ടത്. ഒരു സത്യം എല്ലാവരും അറിയണം. മുജാഹദയുടെ മാർഗം സ്വന്തം മനസ്സിനെ രോധിച്ചുകൊണ്ട്, സ്വന്തം മനസ്സിനോട് പടവെട്ടിക്കൊണ്ട് മുന്നേറാതെ, അത്തരം മേഖലകളെക്കുറിച്ച് ഒട്ടുമേ ചിന്തിക്കാതെ, അത്തരം മാർഗങ്ങളിലേക്ക് ഒട്ടുമേ കടന്നു വരാതെ ചുളിവിലങ്ങ് സ്വർഗത്തിലെത്തിപ്പെടാം എന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? അത് നേടണമെങ്കിൽ അതിൻ്റെ വില കൊടുക്കണം. സ്വർഗം ലഭ്യമാകണമെങ്കിൽ സ്വർഗത്തിന്റെ വില കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ അതൊരു കച്ചവടമായി തന്നെയാണ് അവതരിപ്പിച്ചത്. ഇതൊരു കച്ചവട, സ്വർഗ കച്ചവടം, അള്ളാഹുവിന്റെ സ്വർഗ കച്ചവടം. സൂറത്തു സഫ് 10-11 സൂക്തങ്ങൾ നോക്കിയാൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങൾക്ക് ഞാനൊരു കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ഒരു സൂപ്പർ ബിസിനസ് പറഞ്ഞു തരട്ടെയോ? ഈ ബിസിനസ് ഏതാ? പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ സമ്പാദിക്കാനാകുന്ന ബിസിനസ് അല്ല. ദുനിയാവിൽ മനോഹരമായ വീടും സൗകര്യങ്ങളും വാഹനങ്ങളും പ്രോപ്പർട്ടികളും വാരിക്കൂട്ടാൻ പറ്റുന്ന കച്ചവടമല്ല. അതൊക്കെയും ഈ ദുനിയാവിൽ മാത്രം അനുഭവിക്കാനും ആസ്വദിക്കാനുമാകുന്ന ലാഭങ്ങളാകുന്നു. അല്ലാഹു പറഞ്ഞ കച്ചവടത്തിന്റെ ലാഭം, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു കച്ചവടത്തിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, ആ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് ആർജിക്കാനാകുന്നത്, സമ്പാദിക്കാനാകുന്നത് വേദനാജനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനവും സുഖസന്തോഷങ്ങളുടെ പറുദീസയായ സ്വർഗലോകത്തുള്ള നിത്യവാസവുമാണ് ലാഭമായി പറയുന്നത്. തുൻജീകും മിൻ അദാബിൻ അലീം, കാഠിന്യമേറിയ അസഹ്യമായ ശിക്ഷയിൽ നിന്നുള്ള മോചനവും സുഖസന്തോഷങ്ങളുടെ പറുദീസയായ സ്വർഗലോകത്തുള്ള നിത്യവാസവും ലാഭമായി കിട്ടുന്ന കച്ചവടമാണ് പറയുന്നത്. ആ കച്ചവടത്തിൽ നിങ്ങൾ ഇറക്കേണ്ട വില എന്താണ്?
സ്വർഗമെന്ന് പറയുന്ന അദാബിൽ നിന്നുള്ള നിർഭയത്വമെന്ന ദൈവിക ശിക്ഷയിൽ നിന്നുള്ള രക്ഷയെന്നുള്ള ലാഭം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊരു മൂലധനമാണ് ഇറക്കേണ്ടത്, നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കേണ്ടത് എന്നതാണ് 11-ാമത്തെ ആയത്തിൽ അല്ലാഹു വിവരിക്കുന്നത്. തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അല്ലാഹുവിലും അവന്റെ ദൂതരിലുമുള്ള ഈമാൻ, കുറ്റമറ്റ ഈമാൻ, പുഴുക്കുത്തില്ലാത്ത ഈമാൻ, കലർപ്പില്ലാത്ത ഈമാൻ, കരുത്തുള്ള ഈമാൻ. അതാണ് ഒന്നാമത്തെ വില. അള്ളാഹു നമുക്കത് തരട്ടെ. കളങ്കമില്ലാത്ത ഈമാൻ, അള്ളാഹുവിലും റസൂലിലുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് തരട്ടെ. ഒന്നതാണ്. രണ്ടോ, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരത്തിലിറങ്ങുക തന്നെ വേണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഗുണകരമായത്. ഈ ദുനിയാവിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകേണ്ടവരല്ല നിങ്ങൾ. ഉള്ള ബുദ്ധി കൊണ്ട് മുന്നിൽ വന്ന പ്രമാണം വെച്ച് ചിന്തിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമം അതാണ്. ഏതാ ഉത്തമം? ഈമാൻ ക്ലിയറാക്കുക. മനസ്സുകൊണ്ട് ജിഹാദ്, സമ്പത്ത് കൊണ്ട് ജിഹാദ്. സമ്പത്ത് കൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അങ്ങോട്ട് സ്വതക്ക ചെയ്യുക, അതൊരു ഭാഗമാണ്. സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്, ഒരു ദരിദ്രൻ മുന്നിൽ വരുമ്പോൾ കൊടുക്കാൻ മനസ്സ് സമ്മതിക്കൂല, മനസ്സിനോട് പടവെട്ടി ധനം കൊണ്ട് ജിഹാദ്, ഇതും അതിൽ പെടും. ഇതാണ് നിങ്ങൾക്ക് നല്ലത്. സൂറ ആല് ഇമ്രാൻ 142 തത്തുല്യമായ ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നു. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ ചുളിവിൽ സ്വർഗത്തിൽ പോകാം, പ്രവേശിക്കാം എന്നാണോ വ്യാമോഹിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് ചുമ്മാ സ്വർഗത്തിൽ കയറി പറ്റാമെന്നാണോ? എന്താ കേട്ടോ, വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ. നിങ്ങളിൽ നിന്ന് ആർക്കൊക്കെ മുജാഹദയുണ്ട്, സ്വന്തം മനസ്സിനോട് സമരബോധമുണ്ട്, സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആർക്കൊക്കെ സത്യത്തിൻ്റെ മാർഗത്തിൽ നിശ്ചയദാർഢ്യമുണ്ട്, സ്വബറുണ്ട്, ക്ഷമയുണ്ട് എന്ന് അള്ളാഹു വേർതിരിച്ചറിയാത്ത വിധത്തിൽ തോന്നിയവർക്കൊക്കെ സ്വർഗത്തിൽ കയറാമെന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? മുജാഹദുള്ള ആളുകൾ, സ്വബറുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, സ്വർഗത്തിന് നമ്മൾ കൊടുക്കേണ്ട വില എന്താണ്? 1 അൽ ഈമാൻ, 2 അൽ മുജാഹദ, 3 അസ്വബർ. ഈ 3 വില കൊടുക്കേണ്ടത്. ഈമാൻ കൊടുക്കണം, മുജാഹദ വേണം, സ്വന്തം മനസ്സിനോടുള്ള സമരം വേണം, സ്വബർ വേണം. ക്ഷമ എന്ന് നമ്മൾ പറയും. ശരിക്കും ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹക്കിൻ്റെ മാർഗത്തിൽ അചഞ്ചലമായി പിടിച്ചു നിൽക്കുക. ഇതാ സ്വബർ. ഇതാണ്. യുദ്ധമുഖത്തൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞ് വിട്ടുകൊണ്ട് സഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണോ? കൂടുതൽ സ്വബർ പറഞ്ഞത് രണാങ്കണത്തിലുള്ള സ്വബറിനെ കുറിച്ചൊക്കെയാണ് ഊന്നി പറഞ്ഞത്, അടിവരട്ട് പറഞ്ഞത്. ഹക്കിൻ്റെ മാർഗത്തിൽ പതറാതെ പിടിച്ചു നിൽക്കുക. പരീക്ഷണം വരും, യാതനകൾ, വേദനകൾ, പ്രതിസന്ധികൾ, മരണം വരെ വരും. മുസ്ലിമിൻ്റെ ജീവിതം ഫുൾ പരീക്ഷണമാണ്. ആഗോള തലത്തിൽ വരും, ഇന്ത്യ രാജ്യത്ത് വരും, കേരളത്തിൻ്റെ മണ്ണിൽ മുസ്ലിങ്ങൾ എടുക്കാച്ചരക്കാകുന്ന അവസ്ഥ വരും. എല്ലാ ഭാഗത്തു നിന്നും കല്ലേറ് വരും, കുടുംബത്തിൽ പ്രശ്നം വരും, സാമ്പത്തിക രംഗത്ത് പ്രയാസം വരും, ശാരീരികമായി അവശത വരും, മരണം വരെ ഇത് തുടരും. ഇത് പരീക്ഷണ, ഇത് സുഖിക്കാനുള്ളതല്ലല്ലോ. അതുകൊണ്ട് സ്വർഗത്തിന് നിങ്ങൾ വില കൊടുക്കണം. സ്വബർ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോഴാണ് സഹായം വരിക. പേടിച്ച് നമ്മൾ വറക്കാൻ തുടങ്ങിയ സഹായം കിട്ടൂല. ഇന്നന്നസ്റ മഅസ്സബരി, തീർച്ചയായും പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം സ്വബറിന്റെ കൂടെ എന്നുള്ളത്.
അങ്ങനത്തെ ആൾക്കാർക്ക് അത് ഇറക്കി കൊടുക്കുള്ളൂ. ഈ പേടിച്ച് വിരണ്ടോടുന്ന ആളുകൾക്ക് അത് കിട്ടൂല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നസ്റ് വരൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്നിലും നിങ്ങളിലും പരിവർത്തനമുണ്ടാക്കാൻ, മൃഗീയമായ മനസ്സിൽ നിന്ന് രാജിയാകാൻ, വൃത്തികെട്ട മനസ്സ് മാറി സൽസ്വഭാവികളായി മാറാൻ ഞാനും നിങ്ങളുമൊക്കെ സ്വന്തം മനസ്സിനോട് സമരം ചെയ്തേ മതിയാകൂ. ഈ സമരത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബാ കിറാം. അവർക്കു ശേഷം വന്ന ദീനിന്റെ നായകന്മാരായ ഇമാമുകൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ആത്മജ്ഞാനികൾ എല്ലാവരും മുജാഹദയുടെ വക്താക്കളായിരുന്നു. അവരതൊക്കെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രസിദ്ധ പണ്ഡിതർ, മഹാനേതാവ്, മുസ്ലിം ലോകം മുത്തബിഉസ്സുന്ന എന്ന സ്ഥാനപ്പേര് വിളിച്ച മഹാനരായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ആ സ്വഹാബിയോട് മറ്റു സ്വഹാബാക്കൾ ചെന്ന് ജിഹാദിനെ കുറിച്ച് ചോദിച്ചു. ജിഹാദിന്റെ അനിവാര്യത, ജിഹാദിന്റെ പുണ്യം, ജിഹാദിന്റെ മഹത്വം ചോദിച്ചപ്പോ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞെന്താ? ജിഹാദ് വലിയ കാര്യമാണ്, പക്ഷേ അതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാകണം? ഇബ്ദഅ ബിനഫ്സിക ഫജാഹിദ്ഹാ. ഒരാൾ ആയുധമേന്തി പടക്കളത്തിലേക്ക് ഓടുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെയും ശത്രുക്കളുടെയും, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളോട് പോരാടാൻ പടച്ചട്ടയണിഞ്ഞ് രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിൻ്റെയും മുമ്പ് പ്രഥമവും പ്രധാനവുമായി ചെയ്യേണ്ട ജിഹാദ് ഇബ്ദഅ ബിനഫ്സിക, നിന്റെ മനസ്സിൽ നിന്ന് തുടങ്ങണം മോനെ മോളെ. ജിഹാദ് തുടങ്ങേണ്ടത് നീ നിന്നിൽ നിന്ന് തുടങ്ങണം. അതിനോട് ആദ്യമായിട്ട് ഏറ്റുമുട്ടണം. താബിഈകളിലെ ലീഡർ മഹാനരായ ഹസൻ ബസ്വരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ മൃഗങ്ങളൊക്കെ മൂട്ട് കാട്ടുമ്പോൾ തളക്കാൻ വേണ്ടി വിവിധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. കുതിരകളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കും, ആന അടഞ്ഞാൽ ചങ്ങലയും വടവിട്ടിട്ട് തളക്കും, പോത്ത് മൂരിനൊക്കെ നമ്മൾ മൂക്ക് കയറിട്ടിട്ടാണ് പിടിക്കുക. ഇതിനേക്കാൾ ശക്തമായ വിധത്തിൽ കടിഞ്ഞാണിടേണ്ടതാണ്, മൂക്ക് കയറിടേണ്ടതാണ്, ചങ്ങലയും വടവും ഉപയോഗിച്ച് തളക്കേണ്ടതാണ് സ്വന്തം മനസ്സിനെ എന്ന് മഹാനരായ ഹസൻ ബസ്വരി റഹിമഹുല്ലാഹ്. ഞാൻ എൻ്റെ മനസ്സിനെ തളക്കാൻ ഒരു ചങ്ങലയും വടമൊക്കെ കണ്ടെത്തണം. അത് ഹിസ്സിയായ ചങ്ങലയല്ല, മഅനവിയായ ചങ്ങലയാണ്. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മെറ്റീരിയൽ അല്ല, അർത്ഥത്തിലുള്ള ഒരു നിയന്ത്രണം. ഇതില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുന്നുള്ളതാണ്. നമ്മുടെ പൂർവീകരായ ഇമാമുകൾ, മഹാജ്ഞാനികൾ, അള്ളാഹുവിന്റെ വലിമാരൊക്കെ ജീവിച്ച ചരിത്രം, അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഇഹ്യയിൽ ഉദ്ധരിച്ചതായി കാണാം. അഹ്നഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് മഹാനരായ ആരിഫാൻ. അദ്ദേഹം തൻ്റെ അലസമായ മനസ്സിനെ ഉണർത്താൻ, തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മനസ്സിനെ കടിഞ്ഞാണിടാൻ, അതിനെ തളർത്താൻ. നമുക്കൊക്കെ ഉള്ള പ്രശ്നം അതാണല്ലോ, അലസത, നന്മയ്ക്ക് മടി, അതോടൊപ്പം തിന്മയിലേക്ക് നമ്മളെ നിരന്തരം പിടിച്ചു കൊണ്ടുപോകുന്ന, ഈ ശരീരത്തെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മനസ്സ്. ഇതാണല്ലോ പ്രശ്നം. എല്ലാ പ്രശ്നത്തിൻ്റെയും മൂല കാരണം അതാണ്. ഇതിനെ ഒതുക്കാൻ വേണ്ടി, അലസമായ മനസ്സിനെ ഉണർത്താൻ വേണ്ടി അഹ്നഫ് തങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? കത്തുന്ന വിളക്കിന്റെ ചാരത്ത് ചെന്നു. അന്നിപ്പോ ഈ ട്യൂബും ലൈറ്റ് ഒന്നുമില്ല. രാത്രി കണ്ണ് കണ്ടെങ്കിൽ എണ്ണ വിളക്ക് തന്നെ. പളുങ്ക് ചില്ലൊക്കെ വന്നത് പിന്നെ. അതിൻ്റെയൊക്കെ മുമ്പ് സാധാരണ തിരിയിട്ടിട്ട്, എണ്ണപ്പാത്രത്തിൽ തിരിയിട്ട് കത്തിക്കുന്ന കാലാണ്. അങ്ങനെ കത്തുന്ന വിളക്കിന്റെ അടുത്ത് ചെന്നിട്ട് ആ അഗ്നിയിലേക്ക്, തീനാമ്പിലേക്ക് വിരലങ്ങോട്ട് കയറ്റി വെക്കും. എന്നിട്ട് പൊള്ളുന്നതിൻ്റെ മുമ്പ് കൈയ്യണ്ട് വലിക്കും. എന്നിട്ട് പറയും, അഹ്നഫേ, എടാ അഹ്നഫേ. ആരാ? വേറെ അഹ്നഫല്ല, ഇങ്ങോട്ടാ പറയുന്നത്. എടാ അഹ്നഫേ, നീ എന്താ പറയുന്നത്?
നീ എന്തൊക്കെ ചെയ്യുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? കണ്ടില്ലേ ഇതിന്റെ ചൂട്? നിനക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റിയോ? നീ മര്യാദക്ക് ഉണർന്ന് പ്രവർത്തിച്ചാൽ, അരുതായ്മകളിലേക്ക് കടന്നു ചെല്ലാതെ ആത്മനിയന്ത്രണം നടത്തിയാൽ, നീ സ്വന്തത്തെ പിടിച്ചു കെട്ടിയാൽ നിനക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ് നാറുല്ലാഹിൽ മൂഖദ, അല്ലാഹുവിന്റെ അഗ്നി കത്തിക്കപ്പെട്ട, ആളി കത്തിക്കപ്പെട്ട അല്ലാഹുവിന്റെ തീ, നെഞ്ചകങ്ങളിലേക്ക് കത്തിപ്പടരുന്ന തീ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് കത്തിക്കയറുന്ന തീ. അതിന് ഇതിന്റെ 70 ഇരട്ടി ചൂടുണ്ടാവും അഹ്നഫേ. ഇത് നിനക്ക് താങ്ങാൻ പറ്റണില്ല, നീ കൈ വലിച്ചില്ലേ അഹ്നഫേ? നീ ഓർത്തു നിന്നോ എന്ന് ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബാക്കൾ സ്വയം വിചാരണ നടത്തി സ്വന്തത്തെ ശിക്ഷിച്ചപ്പോ, സ്വന്തത്തിന് ശിക്ഷ നടപ്പിലാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുക ചെയ്യണേ. ഇത് മുസ്ലിയാരുടേതോ ഖുറാഫാത്ത്, സൂഫി ലോകത്തിന്റെ കെട്ടുകഥകൾ അങ്ങനെയല്ല. ഞാൻ എന്നെ നിയന്ത്രിക്കണേ. നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നതിലേറെ ഞാൻ എന്നെ നിയന്ത്രിക്കണം. ഞാൻ നിങ്ങളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നിയന്ത്രിക്കണം. അപ്പോഴേ രക്ഷ ഉണ്ടാവുള്ളൂ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഈ വഴിക്ക് കടന്നു വരേ മാർഗുള്ളൂ. മഹാന്മാരായ സ്വഹാബാക്കളെ ചരിത്രം പ്രസിദ്ധ സ്വഹാബി വര്യൻ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻതലഖ റജുലുൻ ദാത യൗമിൻ, ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. മരുഭൂമിയുടെ വിശാലമായ ഗ്രൗണ്ടിലേക്ക് ഒരു സ്വഹാബി ഇറങ്ങി വന്നു. എന്നിട്ട് ഫനസഅ സിയാബഹു, ശരീരത്തിലുള്ള വസ്ത്രം ഊരി, ഔറത്തിന്റെ ഭാഗത്തല്ലാത്ത വസ്ത്രമൊക്കെ ഊരിയെടുത്തു. എന്നിട്ട് വതമറഗ ഫിർറംലാ, ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ആ സ്വഹാബി കിടന്നുരുണ്ടു. നല്ല കുംഭം മീനം മാസത്തെ കൊടുംചൂട് നമുക്കറിയാലോ. നമ്മുടെ റോഡുകളിലൂടെ ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ പറ്റുമോ? ചൂട് അല്ലേ? കാൽപാദത്തിന്റെ ചർമ്മം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗം പോലെയല്ല, കുറച്ചൊക്കെ തണുപ്പും ചൂടൊക്കെ സഹിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ്. പണ്ട് ചെരുപ്പിടാത്ത കാലത്ത് ഒന്നുകൂടെ കട്ടി കൂടും. ഇപ്പൊ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്ര എങ്കിലും കാൽപാദത്തിന് പൊള്ളലേക്കൂലേ? ഇത് മരുഭൂമിയുടെ മണലാരുണ്യാണ്, ചുട്ടുപഴുത്ത സമയമാണ്. മനുഷ്യൻ വെന്തുപോകും, പൊള്ളിപ്പോകും, അപകടം പറ്റലുണ്ട്. മരുഭൂമിയിൽ വീണാൽ, അറേബ്യയിലൊക്കെ ചൂട് കാലത്ത് വീണാൽ മയ്യിത്താകും, കരിഞ്ഞു പോവും മനുഷ്യൻ. ജന്തുക്കളുടെയൊക്കെ ശവശരീരങ്ങൾ ഉണങ്ങിയിട്ട് ഉണക്കമീൻ പോലെ ജീർണിക്കൂല. അത് അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ചൂടുള്ള ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ആ സ്വഹാബി ഔറത്തിന്റെ ഭാഗത്തല്ലാത്ത വസ്ത്രമൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ കിടന്നുരുണ്ടു. എന്നിട്ട് സ്വന്തത്തോട് വിളിച്ചു പറയാണ്, ദൂഖി, നീ ഒന്ന് അനുഭവിക്കടാ. ദൂഖി, മനസ്സേ നീ ഒന്ന് അനുഭവിച്ചു പഠിക്കൂ. നിന്നോട് വഴലുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ ശിക്ഷ നടപടി നീ ഒന്ന് അനുഭവിക്കൂ. വനാറു ജഹന്നമ, അള്ളാഹു കത്തിച്ചു വെച്ച നരകത്തിന്റെ അഗ്നിനാമ്പുകൾ, അശദ്ദു ഹർറാ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ കനത്ത ചൂടുള്ളതാണ് അള്ളാഹുവിന്റെ തീ, നരകാഗ്നി എന്ന് പറയുന്നത്. അജീഫത്തൻ ബില്ലൈൽ ബത്വാലത്തൻ ബിന്നഹാർ, രാത്രികളിൽ നീ ശവം കണക്കെ ഉറങ്ങുകയാണോടാ നീ? പകലുകളിൽ നീ തിന്മകളിൽ വ്യാപൃതനാണോടാ നീ? ബാത്തിലായ കാര്യങ്ങളുടെ പിറകെ പോവുകയാണോടാ നീ? രാത്രികളിൽ ശവം പോലെ ഉറങ്ങി പകലിൽ തെക്ക് വടക്ക് നടന്നിട്ട് ആയുസ് പാഴാക്കാണോടാ നീ? എന്നും പറഞ്ഞ് കിടന്നുരുണ്ടു. അപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു മരത്തണലിൽ വിശ്രമിക്കുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വഹാബി കാണുന്നത്. ദേഹത്തിന്റെ പല ഭാഗത്തും പൊള്ളലേറ്റിട്ടുണ്ട്. ആ അവസ്ഥയിൽ തങ്ങളെ കണ്ടപ്പോ എണീറ്റോടി തിരുചാരത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഗലബത്നി നഫ്സി ഫഖഹർതുഹാ ബിഹാദൽ അമൽ, എന്റെ മനസ്സെന്നെ തോൽപ്പിക്കുന്നു നബിയെ, എന്റെ മനസ്സെന്നെ തോൽപ്പിക്കുന്നു, എന്നെ കീഴടക്കുന്നു റസൂലേ.
ആർക്കതിൽ പരാതി ഉണ്ടായിട്ടുള്ള ഈ കാര്യത്തിൽ? നമുക്ക് എന്തൊക്കെ പരാതി ഉണ്ടായിട്ടുണ്ട്? വീടില്ല, കടാണ്, അസുഖാണ്, പിള്ളേരനുസരണക്കേട് കാണിക്കുന്നു, ഇസ്രായേലിന്റെ പ്രശ്നമുണ്ട്, മോദി ഗവൺമെന്റിന്റെ പ്രശ്നമുണ്ട്, എന്തൊക്കെ പ്രശ്നമാണുള്ളത്. ആർക്കെങ്കിലും ഉണ്ടോ എന്റെ മനസ്സിനെ തോപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം ആർക്കെങ്കിലും ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ആ തോന്നുന്നിടത്തുനിന്നാണ് വിജയത്തിന്റെ തുടക്കം. അള്ളാഹു നമുക്ക് തരട്ടെ. റസൂലേ, ഗലബത്നി നഫ്സി, എന്റെ മനസ്സെന്നെ തോൽപ്പിക്കുകയാണ് റസൂലേ, അതുകൊണ്ട് ഫഖഹർതുഹാ ബിഹാദൽ അമൽ, ഞാൻ നേരത്തെ അവിടെ കിടന്നു ഉരുണ്ടു, എന്റെ ദേഹത്തിൽ നിന്ന് വസ്ത്രം മാറ്റി ആ ചൂടൊന്ന് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ അതിനെ ഒന്ന് ആ പ്രവൃത്തിയിലൂടെ കടിഞ്ഞാൻ ശ്രമിക്കുകയാണ് റസൂലേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വല്ലാത്ത ത്യാഗമായി പോയി സഹോദര, മറ്റു വല്ല മാർഗങ്ങളും സ്വീകരിക്കാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ചില ജ്ഞാനികൾ രാത്രി ഉറങ്ങാതെ നിസ്കരിച്ചുകൊണ്ട് പാഠം പഠിപ്പിച്ചത്, ഉള്ള ധനമെല്ലാം സ്വതക്ക ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്തവർ, ഒരു കാലിൽ നിന്ന് ഖുർആൻ ഓതിയവർ, കടഞ്ഞാലും വിടാതെ മടി മാറ്റാൻ, ഇങ്ങനത്തെ പല റൂട്ടുണ്ടായിരുന്നല്ലോ. ഇതൊരു വല്ലാത്ത ത്യാഗമായി പോയല്ലോ. പക്ഷേ ഇത് തെറ്റല്ല മോനെ. ലഖദ് ഫുതിഹത് ലക അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു, വാന കവാടങ്ങൾ നിന്റെ മുമ്പാകെ തുറക്കപ്പെട്ടിരിക്കുന്നു സുഹൃത്തേ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിൽ മറല്ല, വാതിൽ ഓപ്പണാ, നീ അപേക്ഷിച്ച് അങ്ങോട്ട് എത്തും. ലഖദ് ബാഹല്ലാഹു ബികൽ മലായിക, നിന്റെ കാര്യം പറഞ്ഞ് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മുഖറബുകളായ മാലാഖമാരോട് നിന്റെ കാര്യത്തിൽ അള്ളാഹു അഭിമാനം പറയുന്നുണ്ട്. നിർത്തിയില്ല. സുമ്മ ഖാല ലി അസ്ഹാബിഹി, തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു സ്വഹാബാക്കളെ വിളിച്ച് പുന്നാര റസൂൽ പറഞ്ഞു, തസവ്വദൂ മിൻ അഖീകും, മുതലാക്കിക്കോ, ഇയാളെ മുതലാക്കിക്കോ, ഈ മനുഷ്യനിൽ നിന്ന് സമ്പാദിച്ചോളൂ, കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ. അദ്ദേഹത്തിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ലാത്ത സമയമാണിത്. തസവ്വദൂ മിൻ അഖീകും, ആ സഹോദരനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. സഹാബാക്കൾ ഓടിച്ചെന്നു, ഒറ്റക്കൊറ്റക്ക് ദുആ വസിയത്താക്കി, കൂട്ടമായി ദുആ ചെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം. ഈ മുജാഹദ എന്ന് പറഞ്ഞ എന്തോ കോത്താമ്പിയാണ്, എന്തോ ഇന്റർനാഷണൽ കോംപ്ലിക്കേറ്റഡ് വസ്തുവാണ് എന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ മനസ്സ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടം വരുമ്പോൾ അതിനവിടെ പിടിച്ചു നിർത്താൻ വേണ്ടതൊക്കെ ചെയ്യാം. ഇതിന്റെ പേരാണ് മുജാഹദ. അലസമായ മനസ്സിനെ, മൃഗീയ ഗുണങ്ങളുള്ള ദുഷ്പ്രേരക മനസ്സിനെ കടിഞ്ഞാനിട്ട് പിടിക്കുന്നതിന്റെ പേരാണ് മുജാഹദ. അതാ സമയത്ത് ചെയ്യണം. ഇപ്പൊ അങ്ങനെ പോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ നരകക്കുഴിയിൽ വീണ് നിലവിളിക്കേണ്ടി വരും, എന്നിട്ട് വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് ഖലീഫയായ കാലം, അവിടുത്തെ ഖിലാഫത്ത് എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രല്ല, ലോകത്ത് വന്ന ചിന്തകന്മാർ, നല്ല നല്ല മനുഷ്യന്മാര്, അവരൊക്കെയും റോൾ മോഡലായി ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് മാതൃകാ യോഗ്യരായി ഉയർത്തിക്കാട്ടിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം. ജോലി തിരക്കുണ്ട്. ജോലി തിരക്ക് പറഞ്ഞാൽ ഇന്നത്തെ അധികാരികളെ പോലെ ശീതീകരിച്ച മുറിയിൽ ഓഫീസ് ടൈമിൽ എന്തെങ്കിലും കുറിച്ചിട്ട് പോവല്ല. 24 മണിക്കൂർ ഒരു മനുഷ്യൻ ആവശ്യത്തിന് ഉണ്ണാനും ഉറങ്ങാനുള്ള സമയം മാറ്റിവെച്ച ഫുൾ ഡ്യൂട്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഖിലാഫത്തിന്റെ ഭാരിച്ച ജോലിയിൽ എൻഗേജ്ഡ് ആണ്, തിരക്കിലാണ്. ഒരാള് പരാതി പറയാൻ വരിക. ഈ തിരക്കിന്റെ ഇടയിൽ പരാതി പറയാൻ കടന്നു വന്നിട്ട് പരാതി പറയാൻ തുടങ്ങിയപ്പം ഒന്നുകൊണ്ട് മിഴിച്ചു നോക്കിയിട്ട് തൊട്ടടുത്ത് ചാട്ടവാറുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പൊട്ടിക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, ഖലീഫ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും കാണൂല, പിടിപ്പതും അതിനപ്പുറം പണി, ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണടാ ഒരു സാമാന്യ മര്യാദ വേണ്ടടാ എന്നും പറഞ്ഞിട്ട് ചെറിയൊരു പൊട്ടിക്കല്. ഇതിപ്പോ ഒരു വലിയ തെറ്റൊന്നല്ല. മുഖ്യമന്ത്രിനെ കാണണമെന്നുണ്ടെങ്കിൽ തോന്നുമ്പോൾ കയറി ചെന്നാൽ നടക്കൂ. മാസങ്ങൾക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ് വെക്കണം, എന്നിട്ട് അത് കിട്ടുമ്പോൾ, അനുമതി കിട്ടുമ്പോൾ എല്ലാ സെക്യൂരിറ്റികളും കീപ്പ് ചെയ്തിട്ട് വേണ്ടേ പോകാം മുഖ്യമന്ത്രിന്റെ മുന്നിലേക്ക്. നമ്മളിപ്പോൾ കയറി ചെന്നാൽ വിടുവോ? പാറാവുകാർ വിടുവോ? ഇന്നിപ്പോ പാർലമെന്റ് മന്ദിരത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് ഒരാൾ ചാടിയതാണ് ഇപ്പോ ജുമയ്ക്ക് മുമ്പ് കണ്ട പ്രധാനപ്പെട്ട ന്യൂസ്. ഇത് ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒരാൾ എത്തിയത്, സുരക്ഷാ വീഴ്ച.
ഒരു അധികാരി എന്നുള്ള നിലക്ക് അങ്ങനെ തിരക്കൊന്നും നോക്കാതെ കയറി വരിക എന്ന് പറഞ്ഞാൽ അനുചിതമാണോ? ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണത്. അത് തെറ്റൊന്നല്ല. പക്ഷെ ചെറിയൊരു പൊട്ടിക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളാരും കാണൂല, ഈ പിടിപ്പതും പണിയുള്ള നേരത്താണോ പരാതി പറയാൻ വരേണ്ടത്? ആ മനുഷ്യൻ സങ്കടപ്പെട്ട് തിരിച്ചുപോയി, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ മനുഷ്യൻ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ഇവിടെ ബൾബ് കത്തി. ഫാറൂഖ് തങ്ങളുടെ മനസ്സിൽ കത്തി. എന്താ കത്തിയത്? ഞാൻ എന്ത് തിരക്ക്, ഞാൻ ദീനിന് വേണ്ടിയുള്ള തിരക്കാ, ശരിയാ. പക്ഷെ ഒരു മനുഷ്യനോടൊരു സാധു പരാതി പറയാൻ വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഉമറേ, നീ റോങ്, തീർച്ചയായിട്ടും നീ അക്രമം ചെയ്തിരിക്കുന്നു. ഉൾവിളി. ഉടനെ ആളെ വിട്ടിട്ട് വിളിച്ചു വരുത്തി, അയാളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് ഭവ്യതയോടെ നിന്നപ്പോൾ ഏതൊരു ചാട്ടവാറ് കൊണ്ടാണോ ചെറുതായിട്ടൊന്ന് പ്രഹരിച്ചത്, ആ ചാട്ടവാറെടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ നിങ്ങളെ അടിച്ചതിന് തുല്യമായി, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രഹരശേഷി കൂട്ടി ഈ ഉമറിനെ ഒന്ന് തിരിച്ചടിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കൂല. ഞാൻ താങ്കളെ എങ്ങനെയാണോ അടിച്ചത്, ആ ചാട്ടവാറ് കൊണ്ട് എന്നെ തിരിച്ചടിക്കൂ, ഇച്ചിരി പ്രഹരം കൂടിയാലും കുഴപ്പമില്ല, ഒന്ന് അടിച്ചേക്കൂ. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അള്ളാഹുവിനെ ഓർത്തത് വിട്ടു. നിങ്ങളെ തിരക്കിൽ ഞാൻ വരാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കുകയോ അങ്ങയോ അത് വേണ്ട എന്നും പറഞ്ഞ് സന്തോഷം പറഞ്ഞ ആ മനുഷ്യൻ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ അസ്വസ്ഥത മാറുന്നില്ല. പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച്, അള്ളഹാനോടല്ല അത് വരക്കുന്നത്, സ്വന്തത്തോടൊരു വഴലാണ്. എന്താ വഴല്? യബ്നൽ ഖത്താബ്, യബ്നൽ ഖത്താബ്, കുൻത വലിയൻ ഫറഫഅകല്ലാഹ് വളാല്ലൻ ഫഹദാകല്ലാഹ് വളഈഫൻ ഫഅഅസ്സകല്ലാഹ് വജഅലക ഖലീഫത്തർ റസൂൽ. ഖത്താബിന്റെ പുത്രനായ ഉമറേ, ഖത്താബിന്റെ മകനായ ഉമറേ, കുൻത വലിയൻ, നീ ഒരു കാലത്ത് അധമനായിരുന്നു, തരം താണവനായിരുന്നു. ഫറഫഅകല്ലാഹ്, അല്ലാഹു ഉമറേ നിന്നെ പിടിച്ചുയർത്തി വെച്ചില്ലേ ഉമറേ. വല്ലാല്ലൻ, നീ വഴിതെറ്റി യാത്ര ചെയ്യുന്നവനായിരുന്നു ഉമറേ. ഫഹദാകല്ലാഹ്, നേർവഴിയിലേക്ക് അല്ലാഹു നിന്നെ നയിച്ചില്ലേ ഉമറേ. വളഈഫൻ, നീ ദുർബലനായ കഴിവുകെട്ട മനുഷ്യനായിരുന്നു ഉമറേ. ഫഅഅസ്സകല്ലാഹ്, നിനക്ക് അല്ലാഹു ഇസ്സത്തും കരുത്തും തന്നില്ലേ. വജഅലക ഖലീഫത്തൻ, മുസ്ലിം ഉമ്മത്തിന്റെ ലീഡറാക്കി ആ കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ ഉമറേ. ഇസ്ലാമിനു മുമ്പ് ഉമറേ നീ ഒരു ഗുണ്ടയായിരുന്നില്ലേ, തെരുവ് ഗുണ്ടയായിരുന്നില്ലേ, അധമനായിരുന്നില്ലേ. അവിടുന്ന് ഈ സ്ഥാനത്ത് നിന്നെ അല്ലാഹു കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ സങ്കടം പറയാൻ വന്നപ്പോ ആ മനുഷ്യനെ നീ ചാട്ടവാറ് കൊണ്ട് പ്രഹരിച്ചോ ഉമറേ. നാളെ റബ്ബിന്റെ മുന്നിൽ ആ മനുഷ്യന്റെ ചോദ്യത്തിന് നീ എന്തുത്തരം പറയും ഉമറേ എന്നും പറഞ്ഞിട്ട് കരയാണ്. അവരാരാ, നമ്മളാരാ? നമ്മൾ എത്ര ചോദിക്കേണ്ടി വരും നമ്മളോട് ഈ ചോദ്യം? ഈ സംഭവത്തിന് ശേഷം എത്ര തിരക്കുണ്ടെങ്കിലും തൻ്റെ ഖിലാഫത്ത് കാലത്ത് മനുഷ്യന്മാരോട് മൃദുലമായി, സോഫ്റ്റായി, സന്തോഷത്തോടെ മാത്രമേ പെരുമാറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും കാണാം. മുഅ്മിനീങ്ങളെ, ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ഹിദായത്തിൻ്റെ വഴിയിലെ കീ, ചാവി ഇതാണ്. ഇത് വെച്ചിട്ടൊന്നൊന്നിട്ട് ഓപ്പൺ ചെയ്യണം. എനിക്ക് തോന്നും പലതും പറയാൻ, എനിക്ക് തോന്നും പലതും ചെയ്യാൻ. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. അത് എവിടെയൊക്കെ പോയിട്ടാണ് മേയ, എവിടൊക്കെയാണത് സഞ്ചരിക്കുക? നമ്മൾ തന്നെ ഓർക്കും, ഞാൻ എന്തൊക്കെ ഈ ചിന്തിച്ചു കൂട്ടുന്നത്. ചിന്ത വരും, പക്ഷെ ആ വഴിക്ക് തടി കൊണ്ടുപോകാൻ പറ്റില്ല. ചിന്ത വലിക്കും, അതിനെ നമ്മൾ ഇട്ടുപിടിക്കണം, വടമിട്ട് ചങ്ങലയിട്ട് പിടിക്കണം. ഇതാണ് മുജാഹദ, 2ാം മാർഗം നന്നാകാനുള്ള. നമ്മളൊക്കെ ശ്രമിക്കുക. നമ്മൾ കൂടുതലൊന്നും വേണ്ട. ഈ മഴക്കാലത്തൊക്കെ ഇപ്പൊ ഈ സുബൈ ജമാഅത്തിനൊക്കെ നോക്കിയാൽ ഒരു 1.5 സഫ്, നല്ല ചൂട് കാലത്ത് ഒരു 3 സഫൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. AC-യുടെ തണുപ്പ് കാരണം അത്ര മുന്തിയ തണുപ്പൊന്നും അല്ലല്ലോ. അവിടെ മുജാഹദ. നീ അങ്ങനെ ഉറങ്ങേ പറ്റില്ല, എണീക്കുക. അതന്നെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് വരുമ്പോൾ ഈ മൃഗീയ മനസ്സ് സമ്മതിക്കൂല. അവിടെ നമ്മളിപ്പോ ചൂടില് അഗ്നിയിൽ കൈയിടാനോ അല്ലെങ്കിൽ പൊഴുത്ത സ്ഥലത്ത് ഡ്രസ്സ് ഊരിയിട്ട് കിടന്ന് ഉരുളാനോ ആ റേഞ്ചിലൊന്നും നമ്മളില്ല. പക്ഷെ ഒരു മിനിമം മുജാഹദയുടെ മാർഗത്തിൽ പ്രവേശിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു അതിന് നമ്മെ സഹായിക്കട്ടെ. മനസ്സിൻ്റെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും
പൈശാചികമായ വസ്വാസുകളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.